അവന് കാണിച്ച വീഡിയോ എന്ത് പറഞ്ഞു എനിക്കറിയില്ല. ഇതാണ് ഞാനെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാട്ടോ. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഏത് ഹോസ്പിറ്റൽ? ആ ഹോസ്പിറ്റലല്ല, ഇന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവാം. പിന്നെ സംഭവം കഴിക്കുകയാണെങ്കിൽ എനിക്ക് 2 മാസമായിട്ട് എനിക്ക് പല്ലിൽ പുളിപ്പ് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ, എനിക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് പല്ല് വേദന എടുക്കും. അപ്പോൾ ഞാൻ ഇന്നും വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ പോയി സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ എന്ത് കഴിച്ചാൽ എനിക്ക് പല്ല് വേദന എടുക്കും. എന്ന് വെച്ചാൽ എനിക്ക് 2-3 ദിവസത്തേക്കൊരു ഇറിറ്റേഷൻ. നോക്കിയില്ല, മൈൻഡാക്കിയില്ല. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി, ചൊവ്വാഴ്ച രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്ത് ഞാൻ ഫാൻ ഇട്ട് കിടന്നപ്പോൾ എന്നെ സംഭവിച്ചെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് കാറ്റ് കൊണ്ട് പിറ്റേ ദിവസം ഇവിടെ ബൾജായിരിക്കുക. ഞാൻ പിന്നെ നോക്കിയില്ല. പക്ഷെ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഇത് എൻ്റെ അസുഖം കാരണമാണ്. അസുഖമല്ല, ഇത് ഫാൻ ഇട്ടുകൊണ്ട് ഈ തണുത്ത സംഭവം കഴിക്കുമ്പോൾ അതുകൊണ്ടാണ് മമ്മി പറഞ്ഞു. മമ്മിയുടെ സിസ്റ്റർ നേഴ്സാണ്. അപ്പോൾ മമ്മി സിസ്റ്റർ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ ആൻറ്റി പറഞ്ഞു ഇത് പല്ല് പോയത് കൊണ്ടാണ്. ഇൻഫെക്റ്റഡ് പല്ല, മോളാർസില്ലേ, ഏറ്റവും ബാക്കിലുള്ള പല്ല് അടിയിലത്തെ അവിടെ ആ ഭാഗത്താണ് സംഭവം സൂലനായിരിക്കുക. എന്ന് വെച്ചാൽ ബൾജ് ചെയ്തിരിക്കുക. അപ്പോൾ എനിക്കൊരു ഇത് മമ്മിയോട് പറഞ്ഞു. മമ്മി അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ മമ്മീൻ്റെ സിസ്റ്ററുണ്ട്, സിസ്റ്റർ നേഴ്സാണ്. അപ്പോൾ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ, എൻ്റെ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു ഇത് കാരണമാണ്. ഇത് പല്ലിൻ്റെ ഇല്ലേ, മോളാർസില്ലേ, ഏറ്റവും അറ്റത്തുള്ള പല്ല്, അത് പോയി. അപ്പോൾ അത് പോയത് കൊണ്ട് അന്നങ്ങനെ നീർക്കെട്ട് വീണ് നീര് വയ്ക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വിചാരിച്ചു വലിയ സംഭവമല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. മമ്മി പറഞ്ഞു റൂട്ട് കനാൽ ചെയ്യാൻ. അപ്പോൾ ശരി, ഓക്കെ. ഞാൻ പപ്പേനെ വിളിച്ചു പറഞ്ഞു. പപ്പ ഇന്ന് രാവിലെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുക. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത മാസം നാട്ടിലേക്ക് പോകും. നാട്ടിലാണെങ്കിൽ ഫ്രീയാണ്, റൂട്ട് കനാൽ ചെയ്യാൻ ഫ്രീ അല്ല, പൈസ എടുക്കണം, പക്ഷേ ചീപ്പാവും. ഇവിടെ നല്ല പൈസയാവും. ഇവിടെ എങ്ങനെ പോയാലും ഒരു 300 പൗണ്ട് തൊട്ടൊരു 800 പൗണ്ട്, എന്ന് വെച്ചാൽ ഒരു 30,000 തൊട്ടൊരു 80,000 വരെ ആവും. അപ്പോൾ അത്രയും പൈസ വേണോ? അതിൻ്റെ നാട്ടിൽ പോയെന്ന് വിചാരിച്ചു. അപ്പോൾ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ടിക്കറ്റൊക്കെ നല്ല പൈസയാണ്. എന്ന് വെച്ചാൽ ഒരു 500 പൗണ്ട് 1 വേ. അപ്പോൾ 2 ഇത് നോക്കുവാണെങ്കിൽ 1000-1200 ആവും. ഇവിടെയാണെങ്കിൽ അടുത്ത മാസം ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം ലണ്ടനൊക്കെ പോയിക്കുമ്പോൾ കറങ്ങിയിട്ട് വരണം വിചാരിച്ചേ. എന്തായാലും അത് വിട്, നമുക്ക് ഇന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാം കാണിച്ചറിയാൻ. ഇവിടെ നല്ല വെയിലാക്കി സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും എനിക്കറിയില്ല, നല്ല ശോകം. വേർക്കും ഇപ്പോഴാണ് വേർക്കും. 2:30 അപ്പോയിൻമെൻറ്റ്. എൻ്റെ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഊഹം നോക്കും ഞാൻ ഏകദേശം ഒരു 2 ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ആവും. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഡെൻറ്റിസ്റ്റ്. എൻ്റെ പേര് ഡെൻറ്റിസ്റ്റ് അല്ല, ഈ ഒരു ക്ലിനിക്ക്. അപ്പോൾ പേരിന് ചോദിച്ചാൽ സൗത്ത് ക്ലിഫ്. പിന്നെ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ഇരിക്കരുത്, ഇവിടെ കുറച്ച് തണലുണ്ട്. എന്താല്ലേ നോക്കിയേ, ഒടുക്കത്തെ വെയിൽ സഹിക്കാൻ പറ്റൂല. നാട്ടിലൊക്കെ നിങ്ങളിങ്ങനെ സഹിക്കണേനെ. അയ്യോ, എന്ത് പറയും നോക്കാം. എൻ്റെ ഇത് നോക്കുവാണെങ്കിൽ ഡോക്ടർ പറയും സംഭവം പോയി, പല്ലടിച്ചു പോയി. അപ്പോൾ അടുത്ത മാസത്തേക്ക് ഇത് ചെയ്യാൻ പറയും, റൂട്ട് കനാൽ. അപ്പോൾ ഞാൻ പപ്പയോട് പറയും, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് പറയും നാട്ടിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിനെയും കാണാം, വീട്ടുകാരെയും കാണാം, ഫാമിലിനെയും കാണാം, മമ്മിയും അനിയത്തിയും പോവാം. അപ്പോൾ ഞാനും കഴിഞ്ഞ് പോയേക്കാം. പക്ഷെ നല്ല പൈസയാണ്. പോയാൽ എൻ്റെ 1 മാസത്തെ ശമ്പളം പോവും. അതേ സമയത്ത് എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ സെപ്റ്റംബറിൽ നോക്കിയപ്പോൾ നാട്ടിലേക്ക് കൊച്ചി നോക്കിയപ്പോൾ 500 കിട്ടി അപ്പേണ്ടോ. എനിക്കാണെങ്കിൽ ഒരു 1000-1200 ആവും. എന്തല്ലേ പൈസയുടെ വരെ കണക്കേ. എന്ന് വെച്ചാൽ 1,20,000, 500,50,000 വയ്യ. ഫസ്റ്റ് ടൈമായിട്ടോ ഹോസ്പിറ്റലിൽ പോകണം, പേടിയാവുക. ഹോസ്പിറ്റലിൽ പക്ഷേ ക്ലിനിക്ക്
ഡെന്റൽ ക്ലിനിക്. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റൽ പറഞ്ഞിരിക്കുക. ഇപ്പം തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. ഫ്രീയോ എന്ത് പറഞ്ഞാൽ എനിക്കറിയില്ല. കേസിലാട്ട ഹോസ്പിറ്റല് ക്ലിനിക്കല്ലേ, സൗത്ത് ക്ലിഫ്റ്റ്. വീഡിയോ ഫസ്റ്റ് വീഡിയോ നോക്കാം. കേസ് അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നേക്കുക. അപ്പോൾ അവരെന്നെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് റൂട്ട് കനാൽ ചെയ്യണ്ട, പക്ഷെ ജസ്റ്റ് ക്യാവിറ്റീസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ 3 മാസം ആകുമ്പോൾ എനിക്ക് ചെക്കപ്പ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയിട്ട് റൂട്ട് കനാലൊക്കെ ചെയ്ത് വൈപ്പാവണം, എന്ത് ചെയ്യാൻ, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ നാളെ പറ്റും.